പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഒരു കുസൃതിക്കുരങ്ങന്റെ കഥ കേൾക്കൂ. വികൃതി കുഞ്ചു. പടക് പ്ലിങ് പ്ലാങ്. ഛേ, നാശം! ദേഹം മുഴുവനും വൃത്തികേടായി. ആരാണീ പണി ചെയ്തത്? ദൊപ്പുമാൻ വിഷമത്തോടെ പറഞ്ഞു. നോക്കുമ്പോൾ മാവിന് മുകളിലിരുന്ന് പല്ലിളിക്കുന്നുണ്ട് കുഞ്ചുക്കുരങ്ങൻ. വഴിയിലൂടെ പോകുന്ന മൃഗങ്ങളെ ചീഞ്ഞ മാങ്ങകൾ കൊണ്ടും മാങ്ങയണ്ടി കൊണ്ടും എറിഞ്ഞ് വേദനിപ്പിക്കുകയാണ് അവൻ്റെ വിനോദം. കൂട്ടുകാർ എപ്പോഴും പറയും, കുഞ്ചുക്കുരങ്ങേ കൂട്ടുകാരാ, കുസൃതിത്തരങ്ങൾ മതിയാക്കൂ. വഴി നടന്നിടും മൃഗങ്ങൾക്കു നേരെ വെറുതെ ഒന്നും വലിച്ചെറിയല്ലേ. അരുത് കൂട്ടുകാരാ, മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കരുത്. എന്തു പറഞ്ഞിട്ടും കുഞ്ചുവിന് കുലുക്കമുണ്ടായില്ല. ഒരു ദിവസം അവൻ നോക്കുമ്പോൾ കുട്ടിക്കൊമ്പനായ ഗജ്ജു കുണുങ്ങി കുണുങ്ങി വരുന്നുണ്ട്. കുഞ്ചു പഴുത്തു ചീഞ്ഞ 2-3 മാമ്പഴങ്ങൾ ജഗ്ഗുവിന് നേരെ വലിച്ചെറിഞ്ഞു. പ്ടക് പ്ലിങ് ശബ്ദത്തിൽ അവയെല്ലാം ഗജ്ജുവിൻ്റെ ദേഹത്തു കൊണ്ടു. ആനക്കുട്ടിക്ക് കലശലായ ദേഷ്യം വന്നു. അവൻ ഓടിച്ചെന്ന് മാവ് പിടിച്ച് കുലുക്കി. മാവിൻ്റെ കമ്പൊടിഞ്ഞ് കുസൃതി കുഞ്ചു താഴെ വീണു. ജഗ്ഗു അവനെ തുമ്പിക്കൈയിൽ ചുരുട്ടിയെടുത്ത് ഓടി. കുരങ്ങച്ചൻ ഭയന്നു നിലവിളിച്ചു. മറ്റു കുരങ്ങന്മാരും ഭയത്തോടെ ആനക്കുട്ടിയുടെ പുറകെ ഓടി. ഓടി ഓടി കുറച്ചകലെ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു ചളിക്കുണ്ടിന് സമീപം എത്തിച്ചേർന്ന ആനക്കുട്ടി കുഞ്ചുക്കുരങ്ങനെ ആ മാലിന്യക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ മാലിന്യക്കുണ്ടിൽ മുങ്ങിപ്പൊങ്ങി. കൂട്ടുകാർ ചേർന്ന് ഒരുവിധം കുഞ്ചുവിനെ രക്ഷിച്ചു. ചില്ലാരിപ്പുഴയിൽ പലതവണ മുങ്ങിപ്പൊങ്ങി തേച്ചുരച്ച് കഴുകിയിട്ടാണ് ദേഹത്തെ മാലിന്യവും ദുർഗന്ധവും കുറഞ്ഞത്. ഏതായാലും അതിനുശേഷം കുഞ്ചു വികൃതി കാട്ടിയിട്ടില്ല.